ഹായ് അസ്സലാമു അലൈക്കും. എന്താക്കുന്നു? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ജാനാ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ 2 ദിവസമായല്ലോ വീഡിയോ എല്ലാം ഇടാതെ, നിങ്ങളോട് മുണ്ടാത്തെല്ലാം 2 ദിവസമായി. മങ്ങലെല്ലാം ആയിട്ടില്ലേ വീഡിയോ ഇടാനും ആൾക്കാർ സൗണ്ടിലും എല്ലാം ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ഞാൻ വീഡിയോ ഇടാതെ. അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. എന്തെന്നെല്ലാം നോക്കുക ഞാൻ എന്ത് ഇടുന്ന ഇന്ന്. നിങ്ങൾക്ക് ഇതെന്തെങ്കിലും മനസ്സിലായില്ല? കാസർഗോട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാവും, പിന്നെ മറ്റു ജില്ലക്കാർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ഓർക്കും വേണ്ടിയിട്ട് ഞാൻ ഇടുന്നത് നമ്മളെ കാസർഗോഡ് സ്പെഷ്യൽ അപ്പം കൊരട്ടിപ്പത്തല വാ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വാ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് 1 മണിക്കൂർ പച്ചരി കുതിർത്തി വെച്ചിട്ടുണ്ടായി. പച്ചരി വേണമെങ്കിൽ എടുക്കാം. സ്റ്റോറിൽ നിന്ന് നമുക്ക് കിട്ടുന്നില്ല അരി, പുഴുങ്ങലരി, അത് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ പച്ചരി എടുത്തിട്ടുള്ളത്. പച്ചരി എടുത്തിട്ട് 1 മണിക്കൂർ കുതിർത്തിട്ട് വെച്ചിട്ട് ഞാൻ നല്ല പാങ്ങല കൈയിട്ടെടുത്ത് ഇനി ഇതിനെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. പുഴുങ്ങലരിയിലും ചുടുന്നെങ്കിലേ ഇങ്ങനെ ചുടുന്നത് ഇതേപോലെ തന്നെ. ഇപ്പോൾ പച്ചരിക്ക് ഇപ്പോൾ ചോറ്, തേങ്ങ ഇതെല്ലാം ഇട്ടിട്ടെല്ലാം അരക്കുന്നത്, അങ്ങനെ പുഴുങ്ങലരിക്കും അത് തന്നെ അരക്കൽ. ഇപ്പോൾ ഞാൻ ഇതെല്ലാം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. മിക്സിൻ്റെ ജാറിലേക്ക് ഈ അരിയെല്ലാം ഇട്ടിട്ടില്ലേ, നമ്മൾ ഇപ്പോൾ 2 ഗ്ലാസ് അരിയെല്ലാം എടുത്തിനെ, അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് ചോറ് ഇട്ടിട്ട് കൊടുക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് ഞാൻ 1 ഗ്ലാസ് ചോറ് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഇട്ടിട്ടായിട്ട് ഇനി തേങ്ങ വേണം. അതിലേക്ക് തേങ്ങ നല്ല പാങ്ങല ഇട്ടിട്ട് കൊടുക്കാം ഉണ്ടെങ്കിൽ. ഞാൻ 2 ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് ചോറ്, പിന്നെ 1 മുറി തേങ്ങ ഇട്ടിട്ട് കൊടുത്തിന്. തേങ്ങ ഇട്ടെങ്കിലേ സ്വാദ് കൂടും. ഇതിന് തേങ്ങ ഇട്ടത്ര നല്ലത്. പിന്നെ 1.5 ഗ്ലാസ് വെള്ളം കൂടിപ്പോവാൻ കഴിയുക. ദോശക്കെല്ലാം ആക്കുന്നില്ല, അങ്ങനെ ആക്കാൻ കഴിയില്ല. നല്ല ഗട്ടിക്ക് ഇപ്പോൾ കലത്തപ്പത്തിനെല്ലാം അരച്ചിട്ട് ഗട്ടിയിൽ ചുടുന്നില്ലേ, അങ്ങനെ എടുക്കണോ. ഇപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കുന്നത്, അത് കറക്റ്റായിന് 1.5 ഗ്ലാസ്. ഇതിലേക്ക് കുറച്ച് മുങ്ങുന്ന ഇതിൻ്റെ മുകളിലേക്ക് വരാൻ കഴിയില്ല, കുറച്ച് അടിക്ക് നിൽക്കണം വെള്ളം, കുറച്ച് ഗട്ടിയിൽ തന്നെ അരക്കണം. ഇപ്പോൾ ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്ത കറക്റ്റായിന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കൊടുക്കുക. പൊടിയുപ്പ് വേണം പൊടിയുപ്പ് ഇടാം, കല്ലുപ്പ് വേണം കല്ലുപ്പിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കല്ലുപ്പിട്ട് കൊടുക്കുന്നില്ല. പിന്നെ അതെല്ലാം ഇട്ടിട്ടായിട്ട് മൂടിയിട്ട് വെച്ചിട്ട് നമുക്ക് നല്ല പോലെ അരച്ചിട്ട് വരാം. നല്ല അരിയണം ഇത്, കലത്തപ്പത്തിന് കടുമ്പിനെല്ലാം അരക്കും പോലെ അല്ല, നല്ല അരിയണം. ഇപ്പം നല്ല പോലെ അരിഞ്ഞിട്ട് കിട്ടീന്. നമുക്ക് ദോശക്കെല്ലാം അരക്കുന്നില്ലേ, അങ്ങനെ അരിഞ്ഞിട്ട് കിട്ടണം. കലത്തപ്പത്തിനെ പോലെ അല്ല, കലത്തപ്പത്തിനെല്ലാം കുറച്ച് അരി ഉണ്ടല്ലോ, അപ്പോൾ ദോശക്കെല്ലാം നല്ല അരിയണമല്ലോ, അങ്ങനെ അരിഞ്ഞിട്ട് കിട്ടണം. അപ്പോൾ അത്ര കട്ടിയിലാണോ ഇത്, ദോശക്ക് ആക്കുമ്പോൾ വെള്ളമാക്കാൻ കഴിയല, നല്ല ഗട്ടിയിലാക്കണം. അതിന് വേണ്ടിയിട്ട് ഇനി ചൂടാൻ വേണ്ടിയിട്ട് ഇനി അപ്പക്കലം എടുത്തിന്. ഇങ്ങനത്തെ ഒരു അപ്പക്കലം എടുക്കണം. ഇത് നിങ്ങളവിടെ എല്ലാം ഇങ്ങനത്തെ അപ്പക്കലം ഉണ്ടാ എല്ലാം കമൻ്റ് ആക്കവാ. ഇത് കാസർഗോട്ടാർ അത് ഏകദേശം ഇങ്ങനത്തെ അപ്പക്കലം എല്ലാം ഉണ്ടാകുന്നേ. ഇങ്ങനത്തെ ഒരു അപ്പക്കലത്തിലേക്കില്ലേ പകുതി ഇപ്പോൾ കാപ്പാതി വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം, 1/4 ഭാഗം വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം. അതിനായിട്ട് ഇതിലേക്ക് അതിൻ്റെ ഒരു തട്ടുണ്ട്, കണ്ണുള്ള ഒരു തട്ടുണ്ടല്ലേ, അത് വെച്ചിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് വാഴച്ചപ്പല വെക്കണം. നേരെയുള്ള വാഴച്ചപ്പല ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ ഈ നടുവിലൊരു വരയുണ്ടല്ലോ, ആ വരയില്ലാത്ത വാഴച്ചപ്പല കിട്ടിയെങ്കിൽ നല്ലത്. ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഉണ്ടായതിനെ കൊണ്ട് ഞാൻ ഇതിൽ ഒഴിച്ചിട്ട് കൊടുക്കുന്നുള്ളത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഫസ്റ്റ് നമുക്ക് വെള്ളം തിളച്ചിട്ടായിട്ടും ഇതിനെ വീത്തിയിട്ട് കൊടുക്കാം, പിന്നെ തിളക്കുന്നതിന് പിന്നെയും വീത്തിയിട്ട് കൊടുത്തിട്ട് നമുക്ക് അടുപ്പിൽ വെക്കാം. ഇത് അടുപ്പിൽ ചില ആളില്ലേ ഇത് അടുപ്പിൽ വേവിക്കുന്ന, കുറേ നേരം വേണമല്ലോ, അങ്ങനെ അടുപ്പിൽ തന്നെ വേവിക്കൽ. ഇപ്പോൾ നമ്മൾ ഗ്യാസിൽ വെക്കുന്നത്, ഞാനെല്ലാം ഇപ്പോൾ ഗ്യാസിൽ തന്നെ വെക്കൽ. ഇത് അടുപ്പിൽ വെച്ച അപ്പകലാണ്, മുമ്പെല്ലാം അടുപ്പിൽ വെച്ചുകൊണ്ടായി അപ്പകലം. അതിനെ കൊണ്ട് പിന്നെ ഇപ്പോൾ ഗ്യാസിൽ തന്നെ അടുപ്പിൽ വെക്കലേ ഇല്ല. ഇതിലേക്ക് ഇപ്പോൾ ആ പിട്ടെല്ലാം ഒഴിച്ചിട്ടായിട്ട് ഇതിനെ അടുപ്പിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റെല്ലാം വേണം. ഇത് ബിയൊന്നും വന്നിട്ട് കിട്ടല്ല, കുറച്ച് ഗട്ടിയിലുള്ളതല്ലേ, അപ്പോൾ ഒരു 20 മിനിറ്റെല്ലാം വേണം. വെള്ളമെല്ലാം തിളച്ചിട്ടായിട്ട് വന്നിട്ട് വരാനുള്ളത്. ഇപ്പം നിങ്ങൾക്ക് ഈ അപ്പച്ചപ്പല ഇല്ലെങ്കിൽ ഇങ്ങനത്തെ
ഈ ബായൻ്റെ ചപ്പലുണ്ടല്ലോ, ബായൻ്റെ ഇല അതില്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്ലേറ്റിലും വീത്താം. ഇത് ഞാൻ കാണിക്കുന്നത് ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് എടുത്തിട്ടില്ലേ, അതിലും വീത്തിയിട്ട് കൊടുത്തെങ്കും ആവും. ഇങ്ങനത്തെ ഒരു പ്ലേറ്റ് ഉണ്ടല്ലോ, ഇങ്ങനത്തെ എടുത്തിട്ടില്ലേ ഇതിൻ്റെ മുകളിലേക്കും വീത്തിയിട്ട് കൊടുത്താൽ മതി. പിന്നെ പണ്ട് ഉണ്ടോറല്ലേ ഇങ്ങനത്തെ ഇലയില തന്നെ വെക്കുന്നത്. അതിനെ കൊണ്ട് ഞാൻ ഈ കൊരട്ടിപ്പത്തൽ ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പം ആരും അങ്ങനെ കൊരട്ടിപ്പത്തൽ ചൂടലില്ല. ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും അതൊന്നും ഇഷ്ടമാകുന്നില്ല. അതിനെ കൊണ്ട് ഇപ്പോൾ എല്ലാവരും ചൂടൽ കുറവ് തന്നെ. ഇത് മുമ്പ് എല്ലാവരും ചുട്ടുകൊണ്ടുണ്ടായി. മുമ്പ് കടുമ്പ്, കൊരട്ടിപ്പത്തൽ ഇങ്ങനത്തെ എല്ലാം ചുട്ടുകൊണ്ടുണ്ടായി. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത് കാസർഗോഡ് സ്പെഷ്യൽ അപ്പോലെ. അപ്പോൾ ഞാൻ നിങ്ങൾ കാസർഗോഡ് സ്പെഷ്യൽ അപ്പോല്ലാം ഇടാൻ പറയുന്ന എല്ലാവരും. അപ്പോൾ ഞാൻ കാണിച്ചത് ഈ കൊരട്ടിപ്പത്തൽ ഞങ്ങളെ സ്പെഷ്യലിൽ പെട്ടത് തന്നെ. പിന്നെ ഇതിപ്പോൾ ഒരു 20 മിനിറ്റെല്ലായി. ഇനി ഇത് ബന്ധിനാന്നില്ല, ഒരു കോലും എടുത്തിട്ടില്ല. നമ്മൾ കുത്തി കൊടുത്തിട്ട് നോക്കണം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇതെടുത്തിട്ട് കുത്തിയിട്ട് നോക്കിയിട്ട് ഇതിൽ ഒട്ടി പിടിക്കുന്നില്ല അങ്ങനെ നമുക്ക് ബന്ധിട്ട് കിട്ടീനെ. ഇപ്പോൾ ഇത് ഒട്ടി പിടിക്കുന്നില്ല, അപ്പോൾ ഇത് ബന്ധിട്ട് കിട്ടീനെ. ഇനി ഇത് നമുക്ക് ഇരുന്ന് മാറ്റിയിട്ട് തണിഞ്ഞിട്ടായിട്ട് മുറിച്ചിട്ടെടുക്കാം. ഇപ്പം ഞാൻ ഇന്ന് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി തണിഞ്ഞിട്ടായിട്ട് ഇതിനെ മുറിച്ചിട്ടെടുക്കണം. മുറിക്കുന്നതില്ല, സ്ക്വയർ പോലെ മുറിക്കുക. എങ്ങനെ വേണമെങ്കിൽ മുറിച്ചിട്ടെടുക്കാം, നമുക്ക് ഇഷ്ടമുള്ള പോലെ മുറിച്ചിട്ടെടുക്കാം. ഇപ്പം ഞാനിങ്ങനെ ഈ രീതിയിൽ മുറിച്ചിട്ടെടുത്തിട്ടുള്ളത്. ഇത് സ്ക്വയർ പോലെ മുറിക്കുന്ന എങ്ങനെ വേണമെങ്കിൽ മുറിക്കുന്നു. ഇപ്പോൾ ഈ ബായൻ്റെ എല്ലാം ഇല്ലേ, അതിൻ്റെ ഇലൻ്റെ എല്ലാം പിന്നെ ചിഹ്നമെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. ഈ ബായൻ്റെ എല്ലാം ഇങ്ങനെയെല്ലാം വരുന്നു ഈ കൊരട്ടിപ്പത്തലിൽ. നമ്മൾ ഈ ബായ ചപ്പലിൽ വീത്തുമ്പോൾ അങ്ങനെയെല്ലാം വരും. പ്ലേറ്റിൽ വീത്തുമ്പോൾ ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഞാനിത് മുറിച്ചിട്ട് കാണിച്ചു തരുന്ന. എന്താ നല്ല കൊരട്ടിപ്പത്തൽ നോക്കിയാൽ നല്ല സോഫ്റ്റായിട്ടുള്ള കൊരട്ടിപ്പത്തൽ. ഇപ്പോൾ നല്ല ഗട്ടിയിലൊന്നും ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് കൊരട്ടിപ്പത്തൽ ചുടുന്നത്. എല്ലാവർക്കും കുറേ ആയി കൊരട്ടിപ്പത്തലിൻ്റെ റെസിപ്പിയുടെ നല്ല ചെല്ലുന്ന നെയ്പ്പത്തലിൻ്റെ, കൊരട്ടിപ്പത്തലിൻ്റെ, പച്ചപ്പയറിൻ്റെ കറീൻ്റെ എല്ലാം റെസിപ്പിയെല്ലാം ഇടുന്നിടത്ത് കുറേ നായി ചെല്ലുന്ന. അങ്ങനെ ഞാനിന്ന് കൊരട്ടിപ്പത്തലിൻ്റെ റെസിപ്പി ഇട്ടിനെ, കടുമ്പിൻ്റെ റെസിപ്പി ഇട്ടിട്ടാകുമ്പോൾ കുറേ ആൾ ചെല്ലീന്. ഞങ്ങൾ ഇങ്ങനത്തെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കീന്, നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ചെല്ലീന്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇല്ലേ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം. അപ്പോൾ ഇത് ടേസ്റ്റ് ഉണ്ടാകുന്ന നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഇതിൽ നിങ്ങൾ വാട്സപ്പിൽ വന്നിട്ട് പറയണ്ട, ഈ കമൻറ്റിലൂടെ അറിയിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് എന്നെ കണ്ടേ. പിന്നെ അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുവാ. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും.